ജനാർദ്ദന കുറിപ്പാണ്. വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ളതിൽ സിദ്ധമന്ത്ര പ്രകരണത്തിൽ മഹേശ്വര ധ്യാനം പേജ് 21 നട്ടുച്ച നേരത്തെ തിളയ്ക്കുന്ന സൂര്യ തേജസ്സോടുകൂടിയവനും വനമാല ധരിച്ചവനും കാളകൂട വിഷം ഭക്ഷിച്ചവനും ദീപ്തമാനുമായ പരമഹംസപ്രഭു മഹേശ്വരനെ ഏറ്റവും ആദ്യമായി ധ്യാനിച്ചും പൂജിച്ചും നമസ്കരിക്കണം. ഉദയകാല കുങ്കുമ നിറമുള്ള സൂര്യ തേജസ്സിനെ സമാനം രക്തവർണ്ണനും രക്താലങ്കാര വർണ്ണങ്ങളെ കൊണ്ട് വിഭൂഷിതനുമായ വരദാതാവായ വാരുണ്യമത്തനുമായ പരമഹംസനെ ഇതാ ഞാൻ സ്മരിക്കുന്നു. തരുണാദിത്യ സംകാശം വനമാലാ വിഭൂഷിതം ദൈവതം പരമഹംസം കാളകൂടാശിനം പ്രഭും ആദൗ ധ്യാത്വാ പൂജയിത്വാ നമസ്കുര്യാത് മഹേശ്വരം പ്രഥമദാരുണ സംകാശം രത്നാലങ്കാരഭൂഷിതം വരദം വാരുണീമത്തം പരമഹംസ നമാമ്യഹം. ഭൈരവൻ പറഞ്ഞു, ദേവി, ഏതെങ്കിലും സാധകൻ ലോകത്തിൻ്റെ ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ തന്നെ ഈ തന്ത്രത്തിൻ്റെ അധ്യയനം നടത്തുന്നില്ലെങ്കിൽ അയാൾക്ക് ഏത് വിധത്തിലുള്ള സിദ്ധിയാണ് ഉണ്ടാവുക? അല്ലെങ്കിൽ ബുദ്ധിഹീനമോ മേധാഹീനമോ മന്ദഭാഗ്യനോ ധൂർത്തനോ മൂർഖനോ എല്ലാ വിധത്തിലും ആപത്തുകൾ കൊണ്ട് ഗ്രസ്തനായ ആൾക്ക് ഏതുവിധ സ്ഥിതിയാണ് കിട്ടുക? ദേവി, അവിടുന്ന് അവരുടെ മേൽ ദയവ് വിചാരിച്ച് എന്നോട് സാധനാക്രമങ്ങൾ പറഞ്ഞാലും ഇപ്രകാരമുള്ള മൂർഖന്മാർക്കും ഹീനാചാരണ ജനങ്ങൾക്കും ശാസ്ത്രാർത്ഥങ്ങൾ അറിയാത്തവർക്കും ഏത് വിധമാണ് ദ്വൈതരഹിത നിർമ്മല ജ്ഞാനം കിട്ടുക? അവിടുന്ന് ലോകോപകാരത്തിന് വേണ്ടി എൻ്റെ മേൽ അവിടുത്തെ സ്നേഹം പ്രദർശിപ്പിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നാലും. ഭൈരവ് പറഞ്ഞു, പ്രിയ ജഗന്നാഥ, ഈ ശരീരം കൊണ്ട് പ്രതിദിനം തൻ്റെ കർമ്മസൂത്രം ഛേദിക്കുന്നവൻ എൻ്റെ ചരണാംബുജങ്ങളുടെ ദർശനത്തിന് അധികാരിയായി തീരും. ലോകത്തിൻ്റെ ആവേശങ്ങളെ സംസ്കരിച്ച് എത്രത്തോളം ബുദ്ധിയെ ഭിന്ന ഭിന്ന ക്രിയകളിൽ നിരന്തരം ചേർക്കുന്നുവോ അവയെ അനേകം ഉത്കടകാര്യങ്ങളുടെ ഉലജ്ജനത്തിൽ മുങ്ങിത്താഴുന്നവന് എന്നെ മനസ്സിലാക്കാനാവുകയില്ല. ഇങ്ങനെയുള്ളവരുടെ ദേഹത്ത് ഭയാനകമായ കാലദൂതൻ പ്രകടമായി കാണുന്നു. ത്യാഗയുക്തമായി സന്യാസധർമ്മപാലനം കൊണ്ട് യോഗാചരണം നിർവഹിക്കുന്നു. അവർ എന്നെ കാണാതെ പശുയോനി പ്രാപിക്കുന്നു. എന്നിൽ ഭക്തിയും പ്രേമമുള്ളവൻ ജനവല്ലഭനാകും. അത്തരക്കാർ ദുർലഭമാകും. ഭാവപ്രശംസ. ഭാവം കൊണ്ട് സർവ്വം നേടാൻ കഴിയും. ഭാവം കൊണ്ട് സാക്ഷാൽ ദേവൻ്റെ ദർശനം പോലും സാധിക്കും. ഭാവം കൊണ്ട് തന്നെയാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത്. അതിനാൽ ഭാവത്തിൻ്റെ സഹായം നേടേണ്ടത് ആവശ്യമാണ്. എല്ലാ ശാസ്ത്രങ്ങളിലെയും ഭാവം അത്യന്തം ഗൂഢമാണ്. ഭാവം എല്ലാവരുടെ ഇന്ദ്രിയങ്ങളെ അറിയിരിക്കുന്നു. എല്ലാവരും നിശ്ചിന്തരായി അവരവരുടെ മൂലഭൂതമായ ദേവീഭാവത്തിൽ ഇരുന്നാൽ ധ്യാനത്തിൽ ദൃഢതയുണ്ടാകും. എല്ലാവിധ സിദ്ധികളും പ്രാപ്തമാകും. ഇങ്ങനെ ദേവീഭാവത്തിൽ വന്നാൽ മനുഷ്യൻ പാവമില്ലാത്തവനായിത്തീരും. മനസ്സിൽ ദേവി നിവസിക്കാനും തുടങ്ങും. നിരന്തരമായി ഇങ്ങനെ ഇരുന്നാൽ ജിതേന്ദ്രിയനും എല്ലാ ശാസ്ത്രങ്ങളുടെയും നിഗൂഢമായ അർത്ഥങ്ങളെ അറിയുന്ന വിദ്വാനായിത്തീരും. ഈ ദേവീഭാവം ഓരോരുത്തരും ഉള്ളതാണെന്ന് പ്രത്യേകം തിരിച്ചറിയണം. ദേവീഭാവത്തിൻ്റെ ഉദയം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. ഈ ഭാവത്തിൽ കൂടുതലായി ഒന്നുമില്ല. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ജീവൻ സുഖിയായിത്തീരുന്നു. സുഖമുണ്ടായാൽ പുണ്യത്തിൻ്റെ പ്രഭാവം അറിയാനാകും. പുണ്യാധിക്യം കൊണ്ട് ഭഗവാന്റെ ദർശനവും ഉണ്ടാകും. താമരയുടെ ദർശനവും മംഗളകാര്യപ്രാപ്തിയും ഉണ്ടാകും. സാധകൻ യോഗിയായി മറ്റു യോഗികളിൽ നിന്നും അദൃശ്യനായിരിക്കും. മഹാവിദ്യകൾ പരമപവിത്രമായ ചരണകമലങ്ങളിൽ മാത്രം ദർശിക്കുന്നു. സാധകൻ പരമഹംസ ഗുരുക്കന്മാരുടെ ത്രിലോകപാവനങ്ങളായ വാക്യങ്ങളെ കേട്ട് യോഗിയായിത്തീരുന്നു. യോഗസിദ്ധിയും ഉണ്ടാകുന്നു. ആഗ്രഹിച്ചാൽ ഒരു കൂട്ടിൽ തത്വയോ മൈനയായിരിക്കാം. അല്ലെങ്കിൽ ശലഭത്തെ പോലെ പാറിപ്പറക്കാം, പക്ഷിയാകാം. എന്നാലും സാധകൻ വിമലനും മഹാനും സ്വർഗതുല്യനുമായിത്തീരുന്നു. ജ്ഞാനം ഉദിക്കുന്നതുവരെ ഇങ്ങനെ ചുറ്റിത്തിരിയും. അതിനാൽ മനുഷ്യൻ സാധകരുടെ അരികിലിരിക്കണം, താമസിക്കണം. ബുദ്ധിമാൻ മഹാവിദ്യകളെ ഉപാസിക്കുന്നു. ഇവർ ഒരിക്കലും നശിക്കുന്നില്ല. അവർക്ക് കാലം കഴിക്കുന്നതിനായി നാനാശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ആരുമായും സംഭാഷണം നടത്തുകയുമില്ല. ദേവജ്ഞാനമില്ലാതെ സിദ്ധികളൊന്നും ഉണ്ടാകുന്നില്ല. മന്ത്രസിദ്ധിയും ശ്രീകായസിദ്ധിയും ശിവധ്യാനം ഇല്ലാതെ സാധിക്കില്ലല്ലോ. അതുപോലെ സംഖ്യാശാസ്ത്രജ്ഞാനവും വേദഭാഷ വിധിജ്ഞാനവും അങ്ങനെ തന്നെ ഉണ്ടാകുന്നു. ശക്തിയില്ലാതെ ഒരു ശക്തനുമില്ലല്ലോ. അതുപോലെ സുരജ്ഞാനമില്ലാതെ ഏവനും അശക്തനായിരിക്കുന്നു. ദരിദ്രൻ്റെ വീട്ടിൽ അഹിതാചാരം കൊണ്ട് സമ്പത്ത് കാണുന്നത് പോലെ യോഗസാധകൻ്റെ വീട്ടിൽ ശക്തി ജ്ഞാനാചാരങ്ങളുടെ വിവേചനമുണ്ടെങ്കിൽ ധനം മാത്രം ഉണ്ടാകും, സായുജ്യം നേടുകയുമില്ല. ശിവകാമിനി സ്വശക്തിയിൽ അറിയുന്നില്ലെങ്കിലും ഉള്ളതറിഞ്ഞ് ശക്തി സാധന ചെയ്തുകൊണ്ടിരിക്കണം. ഉത്തമ സാധകൻ സംസ്കാരഹീനനാണെങ്കിൽ അയാൾ അസംസ്കൃതനുമായി സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാൾക്ക് സിദ്ധിയിൽ കുറവുണ്ടാകുന്നു. ദിവ്യ വീര പശുഭാവങ്ങളെപ്പറ്റി നാളെ പറയാം. നമഃശിവായ.